ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തൊക്കെയാലോ. ബർത്ത്ഡേ വ്ളോഗ് എല്ലാവരും കണ്ടാണല്ലോ. അപ്പോൾ നമുക്കിനി ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. എല്ലാ ബർത്ത്ഡേനെ അപേക്ഷിച്ച് ഈ ബർത്ത്ഡേക്ക് എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒരു ടെഡി ബിയർ, ഡയറി മിൽക്ക്, ഫ്രെയിം, പാൻറ്റ്. ഈ ഫ്രെയിമിൽ നല്ല നല്ല എൻ്റെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഈ ഗിഫ്റ്റ് ആരാ തന്നതെന്ന് എനിക്കറിയില്ല, വൻ സർപ്രൈസാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് പറയുന്നത് അമ്മയും പപ്പയും കൂടെ അയച്ചതാണ്. മീൻസ് അമ്മയും പപ്പയും പറഞ്ഞിട്ട് ഫ്രണ്ട്സ് മേടിച്ചതാണെന്ന്. അങ്ങനെ ഇത് തുറന്നപ്പോൾ തന്നെ ഞാൻ അടുത്ത സർപ്രൈസായി ഡ്രസ്സ്. കാരണം ഞാൻ വിചാരിച്ചില്ല, കേക്കോടൊക്കെ കഴിഞ്ഞതാണ് പ്രതീക്ഷിച്ചത്. പിന്നെ ഡ്രസ്സ് വന്നപ്പോൾ അടുത്ത സർപ്രൈസ് നമ്മളായി. പിന്നെ ഇത് വേറെ ഫ്രണ്ടാണ് വന്നത്, ഒരു പെർഫ്യൂം. എന്താ പറഞ്ഞാൽ പെർഫ്യൂം എഡിറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഈ ഡിഫറെൻറ്റ് സ്മെല്ലൊക്കെ ഉള്ള പെർഫ്യൂമിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുത്തുന്ന സ്മെല്ലല്ല, ഒരു നോർമൽ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തത് ഒരു മേക്കപ്പ് കിറ്റാണ്. അടിപൊളിയാണ് ഗൈസ്. ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ, ഇതിൻ്റെ സ്പെഷ്യൽ എന്താ പറയുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. കാരണം ഇതിൽ കൂടാത്ത 2 ഗിഫ്റ്റ് എനിക്കുണ്ടായിരുന്നു. ഒന്ന് ട്രൈപോഡ്, അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. അത് എല്ലാം കൂടി ഒരുമിച്ചിടാം. കാരണം ആ ട്രൈപോഡിലാണ് ഞാൻ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റാഞ്ഞത്. പിന്നെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. മൈക്ക് എന്നോട് മറന്നുപോയി. സംഭവം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് മറന്നുപോയി. പിന്നെ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ കപ്പിലാണ് ഇപ്പോൾ എൻ്റെ വെള്ളം കൂടി ഫുള്ളായിട്ട്. അതുവരെ എന്താ പറയുക, നോർമൽ ഇവിടെയുള്ള പാത്രത്തിലൊക്കെ കുടിച്ച്, മീൻസ് ഗ്ലാസ്സിലൊക്കെ കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ കപ്പിലല്ലാണ്ട് കുടിക്കാൻ അങ്ങനത്തെ ഇതായി മാറിയിട്ടുണ്ട്. ഈ കപ്പ് തന്നെ ഞാൻ ഇപ്പോൾ ഫുള്ള് കുടിക്കുന്നത്. പൊട്ടുന്ന ഇതിൽ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നെ എന്താ പറയുക, അവൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റാണ്. അടിപൊളി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു സീക്രട്ട് മാതിരി വെക്കുന്ന രീതിക്ക് ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ചോക്ലേറ്റൊക്കെ നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയൊരു രീതിയുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ എന്താ പറയുക, ഒരു കുഞ്ഞ് കീ ചെയിൻ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് കുഞ്ഞ് കീ ചെയിൻ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഉണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. മറ്റേ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.